ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇലക്ട്രോണിക് മെക്കാനിക്കിന്റെ മൊഡ്യൂൾ 4 ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് എന്നുള്ള ആ ഒരു മൊഡ്യൂളിന്റെ റിവിഷൻ വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു മൊഡ്യൂൾ നമ്മളൊരു 2 പാർട്ടായിട്ടാണ് റിവിഷൻ ചെയ്യുന്നത്. കാരണം ഇതൊരു അത്യാവശ്യം നല്ലൊരു വലിയൊരു മൊഡ്യൂളാണ് അല്ലേ. നല്ല അത്യാവശ്യം ഒരുപാട് ടോപ്പിക്സുകൾ കവർ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഒരൊറ്റ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഒരു നല്ലൊരു ലെങ്തി വീഡിയോ ആകും. സോ അതുകൊണ്ട് ഞാനിത് 2 പാർട്ടായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനിഷ്യലി നമുക്ക് ആ ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയൽസ്, PN ജംഗ്ഷന്റെ, ട്രാൻസിസ്റ്റേഴ്സിന്റെ, ആംപ്ലിഫയേഴ്സ്, പിന്നെ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്, ദെൻ RC ഇന്റഗ്രേറ്റഡ് ഡിഫറൻഷിയേറ്റർ, ഈ ഒരു ടോപ്പിക് വരെയാണ് നമ്മൾ പാർട്ട് 1-ൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പാർട്ട് 2-ൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഓസിലേറ്റേഴ്സ്, പിന്നെ ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ്, IC555, ആ ഒരു ടോപ്പിക്കുകളൊക്കെയാണ് പാർട്ട് 2 നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ഏകദേശം നമുക്ക് ഒരു 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതായത് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു യൂണിറ്റ് ഏതാ, ഒരു മൊഡ്യൂൾ ഏതാന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു 4th മൊഡ്യൂളാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ ഒരു മൊഡ്യൂളിന് കോൺസെൻട്രേഷൻ കൊടുക്കണം, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ്, MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കമ്പൈൻഡ് ടെസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡെയിലി ടെസ്റ്റ് ആയിട്ടും, അതല്ലാതെ ടോട്ടൽ മൊഡ്യൂളിൽ നിന്ന് വരുന്ന കുറേ MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ ഈ ഒരു മൊഡ്യൂളിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഈച്ച് ആൻഡ് എവറി ടോപ്പിക്കിന്റെ സെപ്പറേറ്റ് വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഈ ഒരു മൊഡ്യൂളിന് കോൺസെൻട്രേഷൻ കൊടുത്ത് നല്ല രീതിയിൽ പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു റിവിഷനിൽ ഫസ്റ്റ് ടോപ്പിക്കുകളിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് വരുന്നത് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആണ് അല്ലെ. അപ്പൊ സെമി കണ്ടക്ടർ മെറ്റീരിയൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടോപ്പിക് ആണ് എനർജി ബാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ എനർജി ബാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു എനർജി ലെവലിനെ പാക്ക് ചെയ്തിരിക്കുകയാണ് അല്ലെ, വളരെ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ആ ഒരു എനർജി ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് ഒരു എനർജി ബാൻഡിൽ വരുന്നത്. ഇന്ന് ഇന്നർ ബാൻഡ് ആണ്, ദിസ് ഇസ് വാലൻസ് ബാൻഡ് ആൻഡ് ദിസ് ഈസ് കണ്ടക്ഷൻ ബാൻഡ് ആണ്. കണ്ടക്ഷൻ ബാൻഡിൽ എത്തുമ്പോഴാണ് നമ്മുടെ ഇലക്ട്രോൺസുകൾ കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് 3 ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് വരുന്നത്. ഇൻസുലേറ്റേഴ്സ് വരുന്നുണ്ട്, സെമി കണ്ടക്ടേഴ്സ് വരുന്നുണ്ട്, കണ്ടക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പൊ കണ്ടക്ടേഴ്സിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്, കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിൽ പ്രത്യേകിച്ച് ഡിഫറൻസ് വരുന്നില്ല അല്ലെ. ആ ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറയുന്നത് വളരെ ലോ ആണ്. അപ്പൊ അതിനെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് ഇലക്ട്രോൺസുകൾ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഫ്രം വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ്. എന്നാൽ വെൻ മൂവിങ് ടു സെമി കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടറിൽ എങ്ങനെയാണ്, അവിടെ ഒരു ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് കുറച്ചുണ്ട് അല്ലെ. കമ്പയറിംഗ് ടു ദി കണ്ടക്ടേഴ്സ് ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നതുണ്ട്. പക്ഷെ നമുക്ക് കണ്ടക്ഷൻ പോസിബിൾ ആണ്. എങ്ങനെ, വളരെ ചെറിയ രീതിയിലുള്ള ഒരു കണ്ടക്ഷൻ നമുക്ക് സെമി കണ്ടക്ടറിൽ പോസിബിൾ ആണ്. എന്നാൽ ഇൻസുലേറ്റേഴ്സിലേക്ക് നോക്കൂ, അവരുടെ ഉണ്ടാകുന്ന ആ ഒരു ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ ഹയർ ആണ് വെൻ കമ്പയറിംഗ് വിത്ത് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് കണ്ടക്ടേഴ്സ്. സോ ഇവിടെ നമുക്കൊരു കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോണുകൾ എത്തുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത് അവിടെ ഒരു ഇലക്ട്രോൺസ് കണ്ടക്ഷൻ നടക്കുന്നില്ല അല്ലെ. വളരെ കുറഞ്ഞ രീതിയിൽ, വളരെ മൈന്യൂട്ട് ആയിട്ടൊരു കണ്ടക്ഷൻ മാത്രമായിരിക്കും നമുക്ക് ഇൻസുലേറ്റേഴ്സിൽ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് വരുന്ന ആ ഒരു 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയലുകളുടെ ആ ഒരു ബാൻഡ് ഗ്യാപ്പും അതിന്റെ കണ്ടക്ഷനും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി ഇതിന്റെ ഈ ഒരു സെമി കണ്ടക്ടേഴ്സിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലെ. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു 0 കെൽവിനിൽ ഒരു ഇൻസുലേറ്റേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്താകും, അവിടെ ഉണ്ടാകുന്ന ആ ഒരു ബാൻഡ് ഗ്യാപ്പ് എനർജി ഉണ്ടാവില്ലേ, അതിനെ ഓവർകം ചെയ്യുന്ന ടെമ്പറേച്ചർ നമ്മൾ അപ്ലൈ ചെയ്യുകയാകുമ്പോൾ ഇലക്ട്രോൺസുകൾക്ക് വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 0 കെൽവിൻ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന MCQ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 0 Kelvin semiconductors which acts like an insulators. Okay. Then അവയുടെ ഒരു എക്സെപ്ഷണൽ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി കാരണം സെമി കണ്ടക്ടേഴ്സിനെ നമുക്ക് ഡോപ്പ് ചെയ്ത് ഒരു സെമി കണ്ടക്ടർ ഡിവൈസിനെ ഒരു എനർജി കൺവേർഷൻ അല്ലെങ്കിൽ ഒരു സ്വിച്ചസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ആംപ്ലിഫയർ ആയിട്ടോ നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ അവിടെ ഉണ്ടാകുന്ന പവർ ലോസ് എന്ന് പറയുന്നത് വളരെ കമ്പാരിറ്റീവ്ലി ലെസ്സർ പവർ ലോസ് ആണ് വരുന്നത്. ദെൻ സ്മോളർ ഇൻ സൈസ് ആണ്, വളരെ ലെസ് ഇൻ വെയിറ്റ് ആണ്. അവയുടെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സിനേക്കാൾ ഹയസ്റ്റ് ആണ്, പക്ഷേ ഇൻസുലേറ്റേഴ്സിനേക്കാൾ റെസിസ്റ്റിവിറ്റി കുറവാണ്. അതായത് ഇൻ ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് സെമി ഇൻസുലേറ്റേഴ്സ് ആണ് വരുന്നത്. ദെൻ ഈ ഒരു റെസിസ്റ്റൻസ് ഓഫ് ദ സെമി കണ്ടക്ടർ മെറ്റീരിയൽ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കും തോറും എന്താകും, ഡിക്രീസ് ആവുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ കണ്ടക്ഷൻ പോസിബിൾ ആകുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ആ ഒരു ഇത് നമ്മൾ നോക്കിയതാണ് അല്ലെ. ഒരു സോളിഡ്സിൽ എങ്ങനെ വരുന്ന കണ്ടക്ടേഴ്സും സെമി കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും തമ്മിലുള്ള ഒരു ബാൻഡ് ഗ്യാപ്പ് എനർജിയാണ് നമുക്കിവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. നോക്കൂ, 1 ഇലക്ട്രോൺ വോൾട്ട് ആണ് സെമി കണ്ടക്ടറിൽ വരുന്നത്. ഇൻസുലേറ്റേഴ്സിൽ ഏകദേശം 5 ഇലക്ട്രോൺ വോൾട്ട് ആണ് അവർ തമ്മിലുള്ള ആ ഒരു എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി സെമി കണ്ടക്ടേഴ്സിനെ നമുക്കറിയാം രണ്ടായിട്ടാണ് മെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറും നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറും ആണ് അല്ലെ. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ പ്യുർ സെമി കണ്ടക്ടർ ആണ്. നമ്മൾ ഡോപ്പിംഗ് എലമെന്റുകൾ ഒന്നും തന്നെ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെ. എന്നാൽ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻടു എൻ ടൈപ്പ് അതുപോലെ തന്നെ പി ടൈപ്പ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആയിട്ട് തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഇൻട്രിൻസിക് എന്ന് പറയുന്നത് പ്യുർ സെമി കണ്ടക്ടർ ആണ്, എക്സ്ട്രിൻസിക് എന്ന് പറയുന്നത് ഇംപ്യുർ സെമി കണ്ടക്ടർ ആണ് അല്ലെ. ഇന്ന് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ ഉണ്ടാവുന്ന ആ ഒരു ഇലക്ട്രോൺസുകളുടെയും ഡെൻസിറ്റി ഹോൾസുകളുടെയും ഡെൻസിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഈക്വൽ ആണ്. ഓക്കെ, പക്ഷേ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൽ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആർ നോട്ട് ഈക്വൽ ആണ്. ഓക്കെ, കാരണം ഡോപ്പിംഗ് ലെവൽ വേരി ചെയ്യിക്കുകയാണ് ചെയ്തത്. പിന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ വളരെ ലോ ആണ്, പക്ഷേ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. Then ഇത് ടെമ്പറേച്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ടെമ്പറേച്ചറിനെയും അതിൽ ആഡ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഇമ്പ്യൂരിറ്റിനെയും എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിൽ ഇമ്പ്യൂരിറ്റീസ് ഇല്ല, അതുകൊണ്ടാണ് ഇത് പ്യുവർ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിയും അതുപോലെ തന്നെ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി എല്ലാം നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് വരുന്ന ഇൻട്രിൻസിക് സെമി കണ്ടക്ടറും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറും വരുന്ന ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നോക്കൂ, നമുക്ക് ആ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ, അതായത് നമ്മൾ ആ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻടു പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് ആണ് അല്ലെ. അവർ തമ്മിലുള്ള ഒരു കമ്പാരിസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ ഒരു ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി നമ്മളൊരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടറെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. When ഒരു pentavalent impurity ആണ് നമ്മൾ ആ ഒരു intrinsic semiconductorൽ ആഡ് ചെയ്യുന്നതെങ്കിൽ it is known as n-type semiconductor. Okay, n-type semiconductor. Trivalent ആണെങ്കിൽ that is p-type and pentavalent ആണെങ്കിൽ that is n-type semiconductor ആണ്. Okay. ഇനി ഇതിൽ ഏതൊരു ടൈപ്പ് ഓഫ് ഇമ്പ്യൂരിറ്റി ആണ് നമ്മൾ ആഡ് ചെയ്യുന്നതെന്നാലും നമുക്കറിയാം ദാറ്റ് ഈസ് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ്. അത് ഏതൊക്കെ വരാം, അലുമിനിയം വരുന്നു, ഗാലിയം, ഇൻഡിയം, ഇതൊക്കെയാണ് നമുക്ക് വരുന്ന ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിയുടെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. എന്നാൽ പെന്റാവാലന്റിൽ വരുന്നതാണ് ഫോസ്ഫറസ്, എസ് ബി അല്ലെ, ലെഡ്, AS, ബിസ്മിത്ത്, ഇതൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യുന്ന ആ ഒരു പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. Then ഇതിന്റെ ഗ്രൂപ്പ് ഓഫ് ഡോപ്പിംഗ് എലമെന്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഗ്രൂപ്പ് 13 ആണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത്. ആ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 13 ആണ്. എന്നാൽ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് ദേ ആർ എലമെന്റ് ഓഫ് ഗ്രൂപ്പ് 15 ആണ് വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ എഫക്ട് ഓഫ് ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ഡോപ്പിംഗ് എലമെന്റിന്റെ എഫക്ട് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് വാക്കൻസി ഓഫ് ഇലക്ട്രോൺസ് ആ സ്ട്രക്ചറിൽ കൂടുതൽ വരുന്നുണ്ട്. അതായത് അതിനെയാണ് നമ്മൾ ഹോൾസ് എന്ന് പറയുന്നത്. പി ടൈപ്പിൽ അല്ലെ, ആ ഇലക്ട്രോൺസുകളുടെ വാക്കൻസി വരുന്നുണ്ട്, അതാണ് നമുക്ക് ഹോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ ഇവിടെ എൻ ടൈപ്പിൽ എങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഇലക്ട്രോൺസുകളാണ് നമുക്ക് ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് ഇത് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിന്റെ ആൾട്ടർനേറ്റ് നെയിം എന്താണ്? ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് വരുന്ന ആ ഒരു ആൾട്ടർനേറ്റ് നെയിം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദേ ആർ ട്രൈവാലന്റ് എലമെന്റ് ആണ്. അതിന് ഇലക്ട്രോൺസുകളെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ നിന്നും ഇലക്ട്രോൺസുകളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഡോപ്പിംഗ് എലമെന്റ് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റിനെ നമ്മൾ അറിയപ്പെടുന്നതിന് അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി എന്നാണ്. കാരണം ഹോൾസുകളാണ് നമുക്ക് ഇവിടെ വരുന്നത്. സോ ദേ ആർ അക്സെപ്റ്റിംഗ് ഇലക്ട്രോൺസ് ആണ്. സോ ദേ ആർ നോൺ ആസ് ദി അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആണ്. എന്നാൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ നമ്മൾ പെന്റാവാലന്റ് ആറ്റം ആണ് ഇമ്പ്യൂരിറ്റി ആയിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എക്സ്ട്രാ ഇലക്ട്രോൺസുകളാണ് വരുന്നത് അല്ലെ. എക്സ്ട്രാ ഇലക്ട്രോൺസുകൾ ഉള്ളതുകൊണ്ട് ഈ ഒരു ഡോപ്പിംഗ് എലമെന്റിനെ എങ്ങനെ അറിയുന്നത്, ഡോണർ ഇമ്പ്യൂരിറ്റി ആണ്. അതായത് ഇലക്ട്രോൺസുകളെ ഡൊണേറ്റ് ചെയ്യാനായിട്ട് ഇവർ റെഡിയാണ്. അപ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റിയുടെ ആൾട്ടർനേറ്റ് നെയിം എന്താന്ന് പറയുന്നത് ഡോണർ ഇമ്പ്യൂരിറ്റി ആണ്. ഓക്കെ, ഇതിന്റെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇവിടെ എന്താ വരുന്നത്, പി ടൈപ്പില് സെമി കണ്ടക്ടറിൽ വരുന്നത് ഹോൾസുകളാണ് അല്ലെ. നമുക്കറിയാം പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ വരുന്ന മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഹോൾസ് ആണ്. എന്നാൽ എൻ ടൈപ്പിൽ വരുന്ന മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഏതാണ്, ഇലക്ട്രോൺസുകളാണ്. ഓക്കെ, മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്തായിരിക്കും, അപ്പോൾ മെജോറിറ്റി ഹോൾസ് ആണെങ്കിൽ മൈനോറിറ്റി ഇലക്ട്രോൺസ് ആയിരിക്കും. എൻ ടൈപ്പിൽ വരുന്നത് മെജോറിറ്റി ഇലക്ട്രോൺസുകളാണ്. സോ ഒബ്വിയസ്ലി ഹോൾസ് ആണ് എന്ത് വരുന്നത്, മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് മേജർ ആയിട്ട് വരുന്ന ഒരു ബേസിക് ഡിഫറൻസ്, അല്ലെങ്കിൽ നമുക്ക് ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും അല്ലെങ്കിൽ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ബേസിക് ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഈ ഒരു കമ്പാരിസൺ ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കുറെ MCQs ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം അല്ലെ. പി ടൈപ്പിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ഇമ്പ്യൂരിറ്റീസ് ആണ്, ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ്. എന്നാൽ എൻ ടൈപ്പിൽ എങ്ങനെയാണ്, പെന്റാവാലന്റ് ആണ്. അപ്പൊ ഈ ഒരു പി ടൈപ്പിന്റെ വേറൊരു നെയിം എന്താണ്, അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആണ്. എന്നാൽ എൻ ടൈപ്പിൽ വരുന്നത് എന്താണ്,
ഡോണർ ഇംപ്യൂരിറ്റി ആണ്. ഇവിടെ ഗ്രൂപ്പ് 13 എലമെന്റുകളാണ്, എന്നാൽ ഇവിടെ ഗ്രൂപ്പ് 15 എലമെന്റുകളാണ് ആഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇതൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ആ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ്, ട്രൈവാലന്റ് ഇംപ്യൂരിറ്റീസ്, അലുമിനിയം, ഗാലിയം, ഇൻഡിയം ഇതൊക്കെ എക്സാമ്പിളുകളാണ് ട്രൈവാലന്റ്. ഇവിടെ നമുക്ക് വരുന്ന ഫോസ്ഫറസ്, എസ് ബി, AS, BA എന്നൊക്കെ പറയുന്നത് എന്താണ്, പെന്റാവാലന്റിന്റെ എക്സാമ്പിളുകളാണ്. ഓക്കെ, ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് വരുന്ന ഒരു N ടൈപ്പ് ആൻഡ് P ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ കാര്യങ്ങൾ. ഓക്കെ, അടുത്തൊരു ടോപ്പിക് ഏതാണ്, PN ജംഗ്ഷൻ ഡയോഡ് ആണ് അല്ലെ. അപ്പൊ ഒരു സെമി കണ്ടക്ടർ ഡയോഡിനെ ഒരു PN ജംഗ്ഷൻ ഡയോഡ് ആയിട്ട് നമുക്ക് പറയാം. അത് എങ്ങനെയാണ്, അതിന്റെ ലെഡുകൾ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, രണ്ട് PN ജംഗ്ഷന്റെ രണ്ട് എൻഡുകളിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സെമി കണ്ടക്ടർ ഡയോഡിനെ ഒരു PN ജംഗ്ഷൻ ഡയോഡ് ആയിട്ട് പറയാം അല്ലെ. അതേപോലെ തന്നെ ഈ ഒരു PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത് ഒരു യൂണി ഡയറക്ഷണൽ ഡിവൈസ് ആണ്. കറന്റ് ഫ്ലോ എങ്ങനെയായിരിക്കും, ഓൺലി വൺ ഡയറക്ഷനിൽ മാത്രമാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇതാണ് ഒരു PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, നമുക്ക് ഇതാണ് ഒരു സ്ട്രക്ചറൽ, നമുക്കൊരു ആനോഡ് ഉണ്ടാകും, ഒരു കാഥോഡ് ഉണ്ടാകും, ഒരു പിയും ഒരു എന്നും. അപ്പൊ ഒരു PN ജംഗ്ഷൻ, ഇതിനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, P റീജിയൻ വരുന്നുണ്ട്, N റീജിയൻ വരുന്നുണ്ട്, നമുക്ക് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് ഒരു PN ജംഗ്ഷൻ വരുന്നുണ്ട്. ഇതാണ് ഒരു ബേസിക് സ്ട്രക്ചർ ഓഫ് PN എന്ന് പറയുന്നത്. ഓക്കെ, ഹോൾസ് ആണ്, അതായത് ഈ ഒരു ഓതായിട്ട് കാണുന്നത് ഹോൾസ്, അക്സെപ്റ്റർ ആണ്, ഈ ഒരു റൗണ്ടിൽ ഒരു മൈനസ് പോലെ ഇട്ടിരിക്കുന്നത് അക്സെപ്റ്റർ ആണ്, പ്ലസ് പോലെ ഇട്ടിരിക്കുന്നത് ഡോണർ ആണ്, ദെൻ നമുക്ക് ഡോട്ട് വന്നിരിക്കുന്നത് ഇലക്ട്രോൺസുകളാണ്. ഓക്കെ, ഇനി ഇതൊരു ഡയോഡ് ആയിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നമുക്ക് 3 ബയാസ് കണ്ടീഷൻസ് ആണ് വരുന്നത് അല്ലെ. 3 ബയാസ് കണ്ടീഷൻസ് ആണ് നമുക്ക് ഈ ഒരു PN ജംഗ്ഷൻ ഒരു ഡയോഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഏതൊക്കെയാണ്, സീറോ ബയാസ്, ഫോർവേഡ് ബയാസ് ആൻഡ് റിവേഴ്സ് ബയാസ് ആണ്. സീറോ ബയാസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ പ്രത്യേകിച്ച് എക്സ്റ്റേണൽ വോൾട്ടേജ് ഒന്നും തന്നെ ഈ പറയുന്ന ജംഗ്ഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല. അതാണ് സീറോ ബയാസ് എന്ന് പറയുന്നത്. ഫോർവേഡ് ബയാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, P റീജിയൻ എന്ന് പറയുന്നത് ഞാൻ എന്റെ പോസിറ്റീവ് ടെർമിനലിലേക്കും N റീജിയൻ എന്ന് പറയുന്നത് എന്റെ നെഗറ്റീവ് ടെർമിനലിലേക്കും ആയിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത് ബാറ്ററിയുടെ. ഓക്കെ, അതാണ് ഫോർവേഡ് ബയാസ്. റിവേഴ്സ് ബയാസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഈ കണക്ഷൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ആകും അല്ലെ. P റീജിയൻ എന്ന് പറയുന്നത് നെഗറ്റീവിലേക്കും N റീജിയൻ എന്ന് പറയുന്നത് പോസിറ്റീവിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ റിവേഴ്സ് ബയാസ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ബയാസുകളൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് കണക്ഷൻ നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ വരച്ചിരിക്കുന്നത്. നോക്കൂ, ഇതെന്ന് പറയുന്നത് ആ ഒരു നീ വോൾട്ടേജ് ആണ് അല്ലെ. നീ വോൾട്ടേജ് എന്ന് പറയുന്നത് ജർമ്മനിയത്തിന് 0.3 വോൾട്ടും 0.7 എന്ന് പറയുന്നത് സിലിക്കണും ആണ്. ഈ വാല്യൂസ് പഠിക്കണം, കാരണം MCQൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, വാട്ട് ഈസ് ദ നീ വോൾട്ടേജ് ഫോർ സിലിക്കൺ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ നീ വോൾട്ടേജ് ഫോർ ജർമ്മനിയം നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു നീ വോൾട്ടേജിന് ശേഷം എന്താകും, അതൊരു ഫോർവേഡ് ബയാസിലാകും. അതേപോലെ തന്നെ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വരുന്നുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ വോൾട്ടേജിന് ശേഷം അത് നമുക്കൊരു സെനർ അല്ലെങ്കിൽ ഒരു അവലാഞ്ച് ബ്രേക്ക് ഡൗൺ ഒക്കെ ആകുന്നതിന് കാരണമാകുന്നുണ്ട്. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ടേമുകൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, മാക്സിമം ഫോർവേഡ് കറന്റ്, IFM എന്നാണ് വന്നിരിക്കുന്നത്. അബ്സല്യൂട്ട് മാക്സിമം റെപ്പറ്റേറ്റീവ് ഫോർവേഡ് കറന്റ് ആണ്, അതായത് ഒരു ഡയോഡിലൂടെ പാസ് ചെയ്യാവുന്ന മാക്സിമം റെപ്പറ്റേറ്റീവ് ഫോർവേഡ് കറന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാക്സിമം ഫോർവേഡ് കറന്റ് എന്ന് പറയുന്നത്. അപ്പൊ റിവേഴ്സ് കറന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അബ്സല്യൂട്ട് മാക്സിമം അല്ലെങ്കിൽ ഒരു പീക്ക് റിവേഴ്സ് ബയാസ് വോൾട്ടേജ് ആണ്, അതായത് ആ ഒരു ഡയോഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് എത്രത്തോളമാണോ അതിനെയാണ് മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു മിനിമം സ്റ്റഡി സ്റ്റേറ്റ് റിവേഴ്സ് വോൾട്ടേജ് ആണ്. ആ ഒരു ബ്രേക്ക് ഡൗൺ ഒക്യൂർ ആകുന്ന ഒരു മിനിമം സ്റ്റഡി സ്റ്റേറ്റ് റിവേഴ്സ് വോൾട്ടേജിനെയാണ് നമ്മൾ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത്. അടുത്തത് മാക്സിമം ഫോർവേഡ് സർജ് കറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈമില് ആ ഒരു ഡയോഡിന് ടോളറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു മാക്സിമം കറന്റ് എത്രയാണോ അതിനെയാണ് നമ്മൾ ആ ഒരു IFM സർജ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കറന്റ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ആയിട്ട് വരുന്ന ആ ഒരു മാക്സിമം ഫോർവേഡ് കറന്റിനേക്കാൾ മാക്സിമം അല്ലെങ്കിൽ കൂടുതലായിരിക്കണം. ഇനി മാക്സിമം റിവേഴ്സ് കറന്റ് IR എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു അബ്സല്യൂട്ട് മാക്സിമം റിവേഴ്സ് കറന്റ് ആ ഒരു ഡിവൈസിന് അതിന്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മാക്സിമം കറന്റ് എത്രയാണോ അതിനെയാണ് മാക്സിമം റിവേഴ്സ് കറന്റ് എന്ന് പറയുന്നത്. ദെൻ ഫോർവേഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ആ ഒരു മാക്സിമം ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. ആ ഒരു ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിൽ ആ ഒരു ഡിവൈസിൽ വരുന്ന ആ ഒരു ഫോർവേഡ് കറന്റ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാക്സിമം വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണോ അതിനെയാണ് ഫോർവേഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. Then power dissipation എന്ന് പറഞ്ഞാൽ എന്താണ്, the maximum power that can device can safely absorb on a continuous basis അല്ലെ. ആ ഒരു ഫ്രീ എയറിൽ at 25 ഡിഗ്രി സെൽഷ്യസിൽ കണ്ടിന്യൂസ് ആയിട്ട് എത്രത്തോളം ആ ഒരു ഡിവൈസിന്റെ പവർ സേഫ് ആയിട്ട് അബ്സോർബ് ചെയ്യാൻ സാധിക്കുമോ അതിനെയാണ് പവർ ഡിസിപ്പേഷൻ എന്ന് പറയുന്നത്. അടുത്തത് റിവേഴ്സ് റിക്കവറി ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിവൈസ് അതിന്റെ സ്വിച്ച് ഫ്രം ഓൺ ടു ഓഫ് സ്റ്റേറ്റ്, അതായത് ഓൺ സ്റ്റേറ്റിൽ നിന്നും ഓഫ് സ്റ്റേറ്റിലേക്ക് മാക്സിമം ടൈം എടുക്കുന്നത് എത്രത്തോളം എടുക്കുന്നോ ആ ഒരു ഡിവൈസ് അതിനെയാണ് നമ്മൾ റിവേഴ്സ് റിക്കവറി ടൈം എന്നുള്ള പേരിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ,
ഇനി ഇതിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ടേംസുകളാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, നീ വോൾട്ടേജ്, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, മാക്സിമം ഫോർവേഡ് റേറ്റിംഗ് ആൻഡ് മാക്സിമം പവർ റേറ്റിംഗ്. ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം റിവേഴ്സ് ബയാസ് വോൾട്ടേജ് ആണ്. ആ ഒരു പി എൻ ജംഗ്ഷൻ ഒരു സഡൻ റൈസ് ഇൻ റിവേഴ്സ് കറന്റിൽ വരും അല്ലെ. അതായത് പെട്ടെന്ന് ആ ഒരു പി എൻ ജംഗ്ഷൻ ബ്രേക്ക് ആവുകയും ആ ഒരു കറന്റ് റിവേഴ്സ് കറന്റ് പെട്ടെന്ന് സഡൻ റൈസ് ഒക്യൂർ ആക്കുകയും ചെയ്യുന്ന ആ ഒരു വോൾട്ടേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. നമ്മൾ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് കഴിഞ്ഞ് കറന്റ് പെട്ടെന്ന് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത് അല്ലെ. ഒരു സഡൻ ഇൻക്രീസ് ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു വോൾട്ടേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ. നീ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫോർവേഡ് വോൾട്ടേജ് ആണ്. ഇവിടെ എങ്ങനെയാണ്? ആ കറന്റ് പെട്ടെന്ന് ഇൻക്രീസ് ആകുകയാണ്. നമ്മൾ ആ ഒരു ഗ്രാഫിൽ നോക്കിയിരുന്നു അല്ലെ. ഈ ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൽ എന്താണ്? ഇത് പെട്ടെന്ന് കറന്റ് ഇൻക്രീസ് ആകും. അത് നമ്മൾ ജർമ്മേനിയത്തിനും സിലിക്കണിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കണ്ടിരുന്നു അല്ലെ. ജർമ്മേനിയത്തിന് 0.3 സിലിക്കണിന് 0.7 ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു രണ്ട് വോൾട്ടേജ് നമ്മൾ പഠിക്കണം എന്നുള്ളത്. അതാണ് നീ വോൾട്ടേജ് എന്ന് പറയുന്നത്. അത് ഒരു പോസിറ്റീവ് വോൾട്ടേജ് ആണ് കേട്ടോ, ഫോർവേഡ് വോൾട്ടേജ് ആണ്. അടുത്തത് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ മാക്സിമം റിവേഴ്സ് വോൾട്ടേജ്. അതായത് ആ ഒരു പി എൻ ജംഗ്ഷൻ ഡാമേജ് ആകാതെ ആ ഒരു ഡയോഡിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് എന്താണോ അതിനെയാണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അടുത്തതാണ് മാക്സിമം ഫോർവേഡ് റേറ്റിംഗ് എന്ന് പറയുന്നത്. ഇതൊരു ഹയസ്റ്റ് ഇൻസ്റ്റന്റേനിയസ് ഫോർവേഡ് കറന്റ് ആണ്. ആ ഒരു പി എൻ ജംഗ്ഷനിലൂടെ പാസ് ചെയ്യുന്നത് വിത്തൗട്ട് ഡാമേജോടെ ആ ഒരു പി എൻ ജംഗ്ഷനിലൂടെ പാസ് ചെയ്യാൻ സാധിക്കുന്ന ഹയസ്റ്റ് ഇൻസ്റ്റന്റേനിയസ് ഫോർവേഡ് കറന്റിനെയാണ് നമ്മൾ മാക്സിമം ഫോർവേഡ് കറന്റ് എന്ന് പറയുന്നത്, ഫോർവേഡ് റേറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തത് മാക്സിമം പവർ റേറ്റിംഗ് എന്തായിരിക്കും? ആ ഒരു ജംഗ്ഷനിലൂടെ ഡിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം പവർ റേറ്റിംഗ് ആണ്. പക്ഷെ ആ ഡാമേജ് ജംഗ്ഷൻ ആകാത്ത രീതിയിൽ ആ ജംഗ്ഷൻ ഡാമേജ് ആകാത്ത രീതിയിൽ എത്രത്തോളം പവർ, മാക്സിമം പവർ അതിലൂടെ ഡിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാക്സിമം പവർ റേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന BJT, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ അല്ലെ. നമ്മൾ ഇതൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. അപ്പൊ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൽ നമുക്ക് 3 ജംഗ്ഷൻസ് ആണ് വരുന്നത്. NPN ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ PNPN ട്രാൻസിസ്റ്റർ വരുന്നുണ്ട്, ഒരു എമിറ്റർ വരുന്നുണ്ട്, ഒരു ബേസ് വരുന്നുണ്ട്, ഒരു കളക്ടർ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതാണ് NPN ട്രാൻസിസ്റ്ററും ഇതാണ് PNPN ട്രാൻസിസ്റ്ററും വരുന്നത്. അത് ആ ഒരു കണക്ഷനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ. NPN എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് സൈഡ് N സെന്ററിൽ PU ആയിരിക്കും, ബേസ് എന്ന് പറയുന്നത് P ആയിരിക്കും. PNP എന്ന് പറയുമ്പോൾ ബേസ് എന്ന് പറയുന്നത് N ആയിരിക്കും. ഓക്കെ. 3 റീജിയൻസ്. എമിറ്റർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഈ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം. എമിറ്റർ എന്ന് പറയുന്നത് ഹെവിലി ഡോപ്ഡ് ആയിരിക്കും. ഓക്കെ. ഏതിലാണെങ്കിലും എമിറ്റർ എന്ന് പറയുന്നത് ഹെവിലി ഡോപ്ഡ് ആണ്. ബേസ് എന്ന് പറയുന്നത് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. എന്നാൽ കളക്ടർ എന്ന് പറയുന്നത് ഈ പറയുന്ന എമിറ്ററിനെയും ബേസിനെയും ബിറ്റ്വീൻ ആയിട്ടായിരിക്കും നമ്മളിവിടെ ഡോപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. നമുക്ക് മെയിൻ ആയിട്ട് 2 ജംഗ്ഷൻ ആണ്. ഏതൊക്കെയാണ്? ഒന്ന് എമിറ്റർ ബേസ് ജംഗ്ഷനും ബേസ് കളക്ടർ ജംഗ്ഷനും ആണ് നമുക്ക് വരുന്നത്. ഓക്കെ. ഇനി ഇതിന്റെ ഓരോ കണ്ടീഷൻസ് നോക്കാം. നമുക്ക് ഫോർവേഡ് കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയാസിലും കളക്ടർ ജംഗ്ഷൻ റിവേഴ്സ് ബയാസിലുമാണ്. അപ്പോൾ ഏത് ഓഫ് റീജിയൻ ആയിരിക്കും? ആക്റ്റീവ് റീജിയനിലായിട്ടായിരിക്കും നമ്മുടെ ആ ഒരു ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. എന്നാൽ എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയാസിലും കളക്ടർ ജംഗ്ഷനും ഫോർവേഡ് ബയാസിലാണെങ്കിൽ അതെന്തായിരിക്കും? സാച്ചുറേഷൻ റീജിയനിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ദെൻ എമിറ്റർ ജംഗ്ഷൻ നമ്മൾ റിവേഴ്സ് ബയാസിൽ, അതുപോലെ കളക്ടർ ജംഗ്ഷനും റിവേഴ്സ് ബയാസിലാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻ ദ കട്ട് ഓഫ് റീജിയൻ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി എമിറ്റർ ജംഗ്ഷൻ റിവേഴ്സ് ബയാസിലും എന്നാൽ കളക്ടർ ജംഗ്ഷൻ ഫോർവേഡ് ബയാസിലും ആണെങ്കിൽ ദേ ആർ ഇൻവേർട്ടഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു 4 റീജിയൻ ഓഫ് ഓപ്പറേഷനും അവയുടെ ആ ഒരു ബയാസിങ്ങും ഏതാണെന്നുള്ളത്, ഫോർവേഡ് ആണോ റിവേഴ്സ് ബയാസ് ആണോ എന്നുള്ളത് നമുക്ക് പഠിച്ചിരിക്കേണ്ടതാണ്. നമുക്ക് ചിലപ്പോൾ ചോദ്യങ്ങൾ വരാം, അല്ലെങ്കിൽ ഇതിന്റെ എക്സാമ്പിൾസ് ചോദിക്കാം. ആക്റ്റീവ് റീജിയനിൽ ഇരിക്കുമ്പോൾ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനി നമുക്ക് മെയിൻ ആയിട്ട് 2 ടൈപ്സ് ഓഫ് നമ്മൾ പറഞ്ഞു, PNP ട്രാൻസിസ്റ്ററും NPN ട്രാൻസിസ്റ്ററും ആണ്. അവർ തമ്മിലുള്ള ഒരു ബേസിക് കമ്പാരിസൺ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ NPN ട്രാൻസിസ്റ്ററിൽ എങ്ങനെയായിരിക്കും? കറന്റ് ഫ്ലോ ചെയ്യുന്നത് കളക്ടർ റീജിയനിൽ നിന്നും എമിറ്റർ റീജിയനിലേക്കാണ്. എന്നാൽ PNPയിൽ എങ്ങനെയാണ്? എമിറ്റർ ടു കളക്ടർ റീജിയനിലായിരിക്കും നമുക്ക് കറന്റ് ട്രാൻസ്ഫറിങ് നടക്കുന്നത്. ഓക്കെ. എന്നാൽ ഇവിടെ NPN എങ്ങനെയാണ്? ഒരു ലെയർ ഓഫ് P ടൈപ്പ് സെമി കണ്ടക്ടർ എങ്ങനെയായിരിക്കും സാൻഡ്വിച്ച് ചെയ്തിരിക്കുന്നത്? 2 ലെയർ ഓഫ് N ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആയിരിക്കും അല്ലെ. നമ്മൾ ആ ഒരു സ്ട്രക്ചറിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. 2 ലെയർ N ആണ് വരുന്നത്, സെന്ററിലാണ് നമുക്ക് P വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സാൻഡ്വിച്ച്ഡ് എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയായിരിക്കും? തിരിച്ചായിരിക്കും. PNPN എന്ന് പറയുമ്പോൾ N റീജിയൻ ആയിരിക്കും നമ്മൾ സാൻഡ്വിച്ച്ഡ് ആയിട്ട് എടുത്തിരിക്കുന്നത് അല്ലെ. 2 P ടൈപ്പുകളാൽ സാൻഡ്വിച്ച്ഡ് ആയിട്ടായിരിക്കും ഏത് വരുന്നത്? നമുക്ക് PNP ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ഇനി ഈ ട്രാൻസിസ്റ്റർ ഓൺ പൊസിഷനിലായിരിക്കും. അവിടെ നമുക്ക് ആ ഒരു ബേസ് റീജിയനിലേക്ക് ഹൈ കറന്റ് എത്തുമ്പോഴാണ് അത് ഓൺ പൊസിഷനിൽ എത്തുന്നത്. ഇവിടെ എങ്ങനെയായിരിക്കും?
ട്രാൻസിസ്റ്റർ ഓൺ പൊസിഷനിലായിരിക്കും, പക്ഷെ നമുക്ക് ആ കറന്റ് ഫ്ലോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ബേസ് റീജിയനിൽ കറന്റ് ഫ്ലോ ഇല്ലാത്ത സമയത്തായിരിക്കും ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഓൺ പൊസിഷനിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് ഇവർ തമ്മിലുള്ള ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമുക്ക് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറെന്റ് കോൺഫിഗറേഷൻസ് ആണ് അല്ലെ. CB, CE, CC കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പൊ CB കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ബേസ് കോൺഫിഗറേഷൻ ആണ്. ബേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോമൺ ടു ബോത്ത് എമിറ്റർ ആൻഡ് കളക്ടർ ആണ് അല്ലെ. അപ്പൊ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് കളക്ടർ, അതായത് നമ്മുടെ ഈ പറയുന്ന എമിറ്ററിനും ബേസിനും അക്രോസ് ആയിട്ടും ഔട്ട്പുട്ട് എടുക്കുന്നത് കളക്ടറിനും എമിറ്ററിനും അക്രോസ് ആയിട്ടും. ഇവിടെയാണ് നമുക്ക് ഔട്ട്പുട്ട് എടുക്കുന്നത് അല്ലെ. ഇതാണ് CB കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. CE കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എമിറ്റർ എന്ന് പറയുന്നത് എനിക്ക് കോമൺ ആയിരിക്കും. ഓക്കെ, എമിറ്റർ ഈസ് കോമൺ ഫോർ ബോത്ത് കളക്ടർ ആൻഡ് ബേസ്. ഇതാണ് എന്റെ CE കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ CC കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കളക്ടർ വിച്ച് ഇസ് കോമൺ ടു ബോത്ത് എമിറ്റർ ആൻഡ് ബേസ്. എമിറ്ററിനും ബേസിനും കളക്ടർ ടെർമിനൽ കോമൺ ആയിരിക്കും. ഓക്കെ, ഇതാണ് 3 ഡിഫറെന്റ് കോൺഫിഗറേഷൻസ് വരുന്നത്. നമുക്ക് ഇനി ഇതിന്റെ ഒരു കമ്പാരിസൺ നോക്കാം ഓരോന്നും. ഓക്കെ, കോമൺ ടെർമിനൽ ഫോർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ബേസ് ടെർമിനലാണ് CB കോൺഫിഗറേഷനിലെ. കോമൺ എമിറ്ററിൽ എമിറ്റർ ടെർമിനലാണ്, ഇവിടെ കളക്ടർ ടെർമിനലാണ്. Input voltage applied between emitter and base terminal, base and emitter terminal, base and collector terminal. Okay. അടുത്തത് ഔട്ട്പുട്ട് എടുക്കുന്നത് കോമൺ ബേസിൽ നമ്മൾ എടുക്കുന്നത് കളക്ടറിനും ബേസിനും ടെർമിനലിൽ അക്രോസ് ആയിട്ട്, ഇവിടെ കളക്ടറിനും എമിറ്ററിനും അക്രോസ് ആയിട്ട്, ഇവിടെ എമിറ്ററിനും കളക്ടറിനും അക്രോസ് ആയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് കോമൺ ബേസിൽ വെരി ലോ ആണ്, ഇവിടെ മീഡിയം ആണ്, വെരി ഹൈ ആണ് കോമൺ കളക്ടറിൽ. ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് ഇവിടെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഇവിടെ വെരി ഹൈ ആയിരിക്കും, ഇവിടെ മീഡിയം ആയിരിക്കും, ദിസ് ഇസ് ഫോർ വെരി ലോ ആണ് കോമൺ കളക്ടറിൽ. ഇൻപുട്ട് കറന്റ് എമിറ്റർ കറന്റ് അതല്ലെങ്കിൽ IE എന്നാണ് നോട്ട് ചെയ്യുന്നത്. ഇത് എമിറ്റർ ഇൻപുട്ട് കറന്റ് എന്ന് പറയുന്നത് IB ആണ്, ദിസ് ഈസ് ബേസ് കറന്റ് IB തന്നെയാണ്. ഔട്ട്പുട്ട് കറന്റ് ഇവിടെ കളക്ടർ കറന്റ് IC ആയിരിക്കും, ഇവിടെയും IC ആയിരിക്കും, എന്നാൽ ഇവിടെ എമിറ്റർ കറന്റ് IE ആണ് വരുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് സിഗ്നൽ ഫേസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, നമുക്ക് ഫേസ് ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ഇവിടെ 180 ഡിഗ്രി വരുന്നുണ്ട്. കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ നമുക്ക് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിലാണ് വരുന്നത് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ. ഓക്കെ, ബാക്കി രണ്ടിലും കോമൺ കളക്ടറിലും കോമൺ ബേസിലും സെയിം ആണ് നമുക്ക് വരുന്ന ഇൻപുട്ട് എന്താണോ അത് തന്നെയായിരിക്കും ഔട്ട്പുട്ട് ഫേസും വരുന്നത്. കറന്റ് ഗെയിൻ എന്ന് പറയുന്നത് ഇവിടെ ഓൾവേസ് ലെസ് ദാൻ യൂണിറ്റി ആണ് വരുന്നത്. ദിസ് ഈസ് ബിറ്റ്വീൻ 35 to 500 വരും, ഇവിടെ വെരി ഹൈ കറന്റ് ഗെയിൻ ആണ് വരുന്നത്. വോൾട്ടേജ് ഗെയിൻ അബൌട്ട് 150, ഇവിടെ അബൌട്ട് 500, ലെസ് ദാൻ യൂണിറ്റി ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് ലീക്കേജ് കറന്റ് ഹിയർ വെരി സ്മോൾ, ഇവിടെ വെരി ലാർജ് ആൻഡ് കോമൺ കളക്ടറിൽ വെരി ലാർജ് ആണ് വരുന്നത്. പവർ ഗെയിൻ മീഡിയം ഹൈ മീഡിയം ആണ് വരുന്നത്. ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഹൈ ഫ്രീക്വൻസി സർക്യൂട്ടിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. RF സിഗ്നൽ പ്രോസസ്സിംഗിലാണ് സെക്കൻഡ് കോൺഫിഗറേഷൻ യൂസ് ചെയ്യുന്നത്. തേർഡ് കോൺഫിഗറേഷൻ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ദി സ്വിച്ചിങ് സർക്യൂട്ട്സ് ആണ് വരുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ആ ഒരു 3 കോൺഫിഗറേഷൻ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ടേബിൾ നമുക്ക് നോക്കാനുള്ളത്. അടുത്ത നമുക്ക് നോക്കുന്നത് ഓപ്പറേറ്റിംഗ് പോയിന്റ് ആണ് അല്ലെ. ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്താണെന്നാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു ലൈൻ വരച്ചിരിക്കുകയാണ്, ഒരു സാച്ചുറേഷൻ പോയിന്റിനും അതുപോലെ തന്നെ കട്ട് ഓഫ് പോയിന്റിനും ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ ഒരു ലൈൻ വരച്ചാൽ ഈ ലൈനിനെയാണ് നമ്മൾ ലോഡ് ലൈൻ എന്ന് പറയുന്നത് അല്ലെ. ഇതിന്റെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഫിഗർ വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. സോ അപ്പൊ നമുക്ക് ഈ ഒരു സാച്ചുറേഷൻ പോയിന്റ്, അതായത് ഈ ഒരു സാച്ചുറേഷൻ പോയിന്റും സിമിലർലി ഈ കട്ട് ഓഫ് പോയിന്റും തമ്മിൽ വലിക്കുന്ന ആ ഒരു ലൈനെയാണ് നമ്മൾ ലോഡ് ലൈൻ എന്ന് പറയുന്നത്. ഈ ലോഡ് ലൈൻ ഈ ഒരു ക്വിസന്റ്, അതായത് ഈ ഒരു ആക്റ്റീവ് ടെർമിനലിൽ ഉണ്ടാവുന്ന ഏതെങ്കിലും ഒരു പോയിന്റിൽ ടച്ച് ആകുന്നുവെങ്കിൽ, ഓക്കെ, ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കർവിൽ ഒരു പോയിന്റിൽ ടച്ച് ആകുന്ന ആ പോയിന്റ് എന്താണോ അതാണ് എന്റെ ക്വിസന്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്വിസന്റ് പോയിന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയാം, അതും അല്ലെങ്കിൽ നമുക്ക് അതിനെ ക്യൂ പോയിന്റ്, സിംപ്ലി ക്യൂ പോയിന്റ് എന്ന് നമുക്ക് അതിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ക്യൂ പോയിന്റ് എന്ന് പറയാം, അതല്ലെങ്കിൽ ക്വിസന്റ് പോയിന്റ് എന്ന് പറയാം. അപ്പൊ ഈ ഒരു സാച്ചുറേഷൻ പോയിന്റിനും കട്ട് ഓഫ് പോയിന്റിനും ബിറ്റ്വീൻ ആയിട്ട് വരയ്ക്കുന്ന ലോഡ് ലൈൻ നമ്മുടെ ഈ ഒരു ആക്റ്റീവ് റീജിയനിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ടച്ച് ആകുന്നുവെങ്കിൽ നമുക്ക് ആ പോയിന്റിനെ ക്വിസന്റ് പോയിന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ ക്വിസന്റ് പോയിന്റിനെ അഫക്ട് ചെയ്യുന്ന ഒരു മെയിൻ പാരാമീറ്റർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. ഓക്കെ, ഈ ഒരു ടെമ്പറേച്ചർ ആണ് ഈ ക്വിസന്റ് പോയിന്റിനെ വേരി ആക്കുന്നത്. ആ ക്വിസന്റ് പോയിന്റ് മാറുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് റെസ്പോൺസിലും വേരിയേഷൻസ് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റേജ് അല്ലെങ്കിൽ അടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്വിസന്റ് പോയിന്റ് നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ചേഞ്ചസ് വരാതെ സ്റ്റേബിൾ ആയിട്ട് നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആ ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റിനെ ഇൻഡിപെൻഡന്റ് ഓഫ് ദ ടെമ്പറേച്ചർ ചേഞ്ചസ് അല്ലെങ്കിൽ ടെമ്പറേച്ചറിന്റെ വേരിയേഷനോ ചേഞ്ചസിനോ അനുസരിച്ച് ഓപ്പറേറ്റിംഗ് പോയിന്റിൽ ചേഞ്ചസ് വരാതെ ഇരിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ സ്റ്റെബിലൈസേഷൻ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ വാല്യൂസ് ആണ് ഈ പറയുന്ന IC വാല്യൂ അതുപോലെ തന്നെ VCE വാല്യൂ എന്നൊക്കെ പറയുന്നത് ടെമ്പറേച്ചറിന് ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറെ ബയാസിംഗ് സർക്യൂട്ടുകൾ ഉണ്ട് ഈ ഒരു സ്റ്റെബിലൈസേഷൻ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ സ്റ്റെബിലൈസേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമുക്ക് ബയാസിംഗ് സർക്യൂട്ട്സുകൾ നമുക്ക് ഡിഫറെന്റ് കോമ്പിനേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബേസ് ആയിട്ട് നമുക്ക് വരുന്നത് മെയിൻ ആയിട്ട് 4 കോമ്പിനേഷൻസ് ആണ് നമുക്ക് വരുന്നത്. ബേസ് റെസിസ്റ്റർ മെത്തേഡ്, കളക്ടർ ടു ബേസ് ബയാസ്, ബയാസിംഗ് വിത്ത് കളക്ടർ ഫീഡ്ബാക്ക് റെസിസ്റ്റർ ആൻഡ് ദ വോൾട്ടേജ് ഡിവൈഡർ ബയാസ്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാൻ പോകുന്ന ടോപ്പിക് ഏതാണ്? ആംപ്ലിഫയേഴ്സ് ആണ്. ഓക്കെ, ആംപ്ലിഫയറിന്റെ കുറെ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ട് അല്ലേ. അത് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് സ്റ്റേജസിനെ ബേസ് ചെയ്ത് നമുക്ക് സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ എന്നും മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തിട്ട് വോൾട്ടേജ് ആംപ്ലിഫയർ അല്ലെങ്കിൽ പവർ ആംപ്ലിഫയർ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ട് സിഗ്നലിനെ ബേസ് ചെയ്തിട്ട് സ്മോൾ സിഗ്നൽ ആംപ്ലിഫയർ, ലാർജ് സിഗ്നൽ ആംപ്ലിഫയർ എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫ്രീക്വൻസി റേഞ്ച് അല്ലെ, ഓഡിയോ ആംപ്ലിഫയേഴ്സ്, വീഡിയോ ആംപ്ലിഫയേഴ്സ്, RF ആംപ്ലിഫയേഴ്സ്, അങ്ങനെ നമ്മൾ ആംപ്ലിഫയേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. then അതിന്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ അതിനെ ബേസ് ചെയ്തിട്ട് ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C, ക്ലാസ് AB അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കപ്ലിംഗ് മെത്തേഡിനെ ബേസ് ചെയ്തിട്ട് RC കപ്പിൾഡ് ആംപ്ലിഫയർ, ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ, ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ, then അതിന്റെ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷനെ ബേസ് ചെയ്തിട്ട് CE, CB, CC അല്ലെ, കോമൺ എമിറ്റർ, കോമൺ ബേസ്, കോമൺ കളക്ടർ, ഇങ്ങനെ രീതിയിൽ നമ്മൾ ഈ പറയുന്ന ആംപ്ലിഫയേഴ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് നോക്കാം ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ആണ്. അപ്പൊ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഔട്ട്പുട്ടിൽ നിന്നും ഒരു പോർഷൻ നമ്മൾ ഇൻപുട്ടിലേക്ക് ഫീഡ് ചെയ്തിരിക്കുകയാണ് അല്ലെ, ഫീഡ്ബാക്ക് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫീഡ്ബാക്ക് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഫീഡ്ബാക്ക് ലൈൻ നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ എക്സിസ്റ്റ് ആകുന്നുണ്ട്. അതിനാണ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഫീഡ്ബാക്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രത്തോളം ഫീഡ്ബാക്ക് സിഗ്നൽ കൊടുക്കുന്നുണ്ടോ അത് ബൈ ഇൻപുട്ട് സിഗ്നൽ, അതാണ് അതിന്റെ ഫീഡ്ബാക്ക് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, ഇവിടെ ഞാനൊരു ഔട്ട്പുട്ട് വരുന്നുണ്ട്, അതിന്റെ ഒരു ഫ്രാക്ഷൻ ഓഫ് ഔട്ട്പുട്ട് എടുത്ത് ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്? എന്റെ ഇൻപുട്ടിലേക്ക് അഗെയിൻ ഫീഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് നമുക്ക് ഇതിൽ 2 പാർട്ടുകളാണ് വരുന്നത്. ഒന്ന് ആംപ്ലിഫയർ പോർഷനും വരുന്നുണ്ട്, പിന്നെ ഒന്ന് ഫീഡ്ബാക്ക് സർക്യൂട്ടും ആണ് വരുന്നത്. അപ്പൊ ഈ ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ നമുക്ക് മെയിൻ ആയിട്ട് റെസിസ്റ്റേഴ്സ് ആണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഈ പറയുന്ന VS എന്ന് പറയുന്നത് എന്റെ സോഴ്സ് വോൾട്ടേജ് ആണ്, VI എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജ് ആണ് ആംപ്ലിഫയറിലേക്ക് വരുന്നത്. ദെൻ നമുക്ക് V0 ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നുണ്ട്. ഇതിന്റെ ഒരു പോർഷൻ ഞാൻ എടുത്തിരിക്കുന്നത് ഫീഡ്ബാക്ക് സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഫീഡ്ബാക്ക് ഗെയിൻ ആണ്. ഇവിടെ വരുന്ന ആംപ്ലിഫയർ ഗെയിൻ ആണ് A എന്നുള്ള രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇവിടെ നമുക്ക് VF ഫീഡ്ബാക്ക് വോൾട്ടേജ് is equal to ബീറ്റ ഇൻറ്റു V0 ആണ്. ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഫീഡ്ബാക്ക് ഗെയിനും ആണ്. V0 എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷൻ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. ഇതാണ് ഞാൻ അഗൈൻ ഇൻപുട്ട് ആയിട്ട് ഇവിടേക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് VS ഉം വരുന്നുണ്ട്, ഈ ഒരു ഇൻപുട്ട് ആയിട്ടും വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഒരു ഫീഡ്ബാക്ക് ബേസിക് ഫീഡ്ബാക്ക് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ഫീഡ്ബാക്ക് സർക്യൂട്ട് 2 എണ്ണം ഉണ്ട്. പോസിറ്റീവ് ഫീഡ്ബാക്കും ഉണ്ട്, നെഗറ്റീവ് ഫീഡ്ബാക്കും ഉണ്ട്. അപ്പൊ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു വോൾട്ടേജോ അല്ലെങ്കിൽ കറന്റ് എന്ത് ചെയ്തിരിക്കുകയാണ്? ഇൻ ഫേസ് ആയിരിക്കും നമുക്ക് അല്ലെ. നമ്മൾ ഇൻപുട്ട് സിഗ്നലും അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫീഡ്ബാക്കും രണ്ടും ഇൻ ഫേസ് സിഗ്നൽ ആയിട്ടാണ് നമുക്ക് വരുന്നതെങ്കിൽ നമുക്ക് അതിനെ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയാം. ഓക്കെ, അപ്പൊ 2 ഇൻപുട്ട് സിഗ്നൽ ഫീഡ്ബാക്ക് സിഗ്നൽ വരുന്നത് എത്രയാണ്? ഫേസ് ഷിഫ്റ്റ് നമുക്ക് 180 ഡിഗ്രി വരുന്നത്. അപ്പൊ ടോട്ടൽ ആയിട്ട് നമുക്ക് വരുന്നത് 360 ഫേസ് ഷിഫ്റ്റ് വരുന്നുണ്ട്. സോ രണ്ടും ഇൻ ഫേസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതാണ് നമുക്ക് ഇൻപുട്ട് സിഗ്നലും ഔട്ട്പുട്ട് സിഗ്നലും എനിക്ക് രണ്ടും ഇൻ ഫേസ് ആയിട്ട്, ആ ഫീഡ്ബാക്ക് സിഗ്നലും എല്ലാം തന്നെ സെയിം ഫേസ് ആണെങ്കിൽ നമുക്ക് അതിനെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിട്ട് പറയാം. അപ്പൊ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്താ ചെയ്യുന്നത്? അതിന്റെ ഗെയിൻ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ ഗെയിൻ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് ഡിസ്റ്റോർഷനും ഇൻസ്റ്റബിലിറ്റിയും കൂടുകയാണ് ചെയ്യുന്നത്. ഇതാണ് മെയിൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് ദി പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പൊ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്തായിരിക്കും? രണ്ടും ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും നമുക്ക് വരുന്നത് അല്ലെ. വോൾട്ടേജും അതിന്റെ കറന്റും എങ്ങനെയായിരിക്കും? ഇൻപുട്ടും ആയിട്ട് ആ ഒരു ഔട്ട് ഓഫ് ഫേസിലാണെങ്കിലാണ് നമുക്ക് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിലായിരിക്കും നമുക്ക് വരുന്നത്. അതാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയാം. നോക്കൂ, എന്റെ ഇൻപുട്ട് സിഗ്നൽ ഇങ്ങനെയും എനിക്ക് വന്നിരിക്കുന്ന ഫീഡ്ബാക്ക് എങ്ങനെയാണ്? റിവേഴ്സ്ഡും ആയിട്ടാണ് വന്നിരിക്കുന്നത്, ഇൻവേർട്ടഡ് ആയിട്ടുള്ള സിഗ്നൽ ആണ് വന്നിരിക്കുന്നത് അല്ലെ. ഇതാണ് നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഗെയിൻ, നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ ഗെയിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ റിഡ്യൂസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ കുറച്ച് അഡ്വാൻറ്റേജുകളാണ്. നമുക്ക് ഗെയിൻ റെഡ്യൂസ് ആകുന്നതിന്റെ ഫലമായിട്ട് സ്റ്റെബിലിറ്റി ഓഫ് ഗെയിൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ഡിസ്റ്റോർഷൻ റെഡ്യൂസ് ആവുന്നുണ്ട്, നോയ്സ് റെഡ്യൂസ് ആകുന്നുണ്ട്, ഇൻപുട്ട് ഇംപിഡൻസ് ഇൻക്രീസ് ചെയ്യാം, അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഇംപിഡൻസ് ഡിക്രീസ് ചെയ്യാനായിട്ട് പറ്റും. അതൊരു റേഞ്ച് ഓഫ് യൂണിഫോം ആപ്ലിക്കേഷൻസിലേക്ക് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് 2 ടൈപ്സ് ഓഫ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ്, നെഗറ്റീവും പോസിറ്റീവും. ഓക്കെ, നമുക്ക്
നമുക്കിതിൽ ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ടോപ്പോളജീസ് വരുന്നുണ്ട് അല്ലെ. പല രീതിയിൽ നമുക്ക് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് വരുന്നുണ്ട്. ഒന്ന് വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് വരുന്നുണ്ട്, വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ, അതേപോലെ തന്നെ കറന്റ് സീരീസ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറും കറന്റ് ഷണ്ട് ഫീഡ്ബാക്ക് ആംപ്ലിഫയറും. ഇങ്ങനെ ഒരു 4 ടോപ്പോളജീസ് ആണ് നമുക്ക് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അഗെയിൻ ഞാൻ ഇതിന്റെ സർക്യൂട്ടും വർക്കിംഗ് ഒന്നും തന്നെ പറയുന്നില്ല. അപ്പൊ നിങ്ങളൊന്നും പഠിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് വരുന്നതാണ് ഒരു സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ ആണ്. നമുക്ക് സിംഗിൾ സ്റ്റേജും വരുന്നുണ്ട് സിലബസിൽ, മൾട്ടി സ്റ്റേജും വന്നിട്ടുണ്ട്. അപ്പൊ സിംഗിൾ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാണ് അതിന്റെ ഒരു സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ കുറെ കോമ്പണന്റുകൾ വന്നിട്ടുണ്ട് അല്ലെ. അതായത് നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നു, അതിന്റെ റിസൾട്ട് ആംപ്ലിഫൈഡ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് കിട്ടുന്നു. ഇതാണ് ഒരു സിംഗിൾ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ മൾട്ടി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ ഒരു n നമ്പർ ഓഫ് സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയേഴ്സിനെ നമ്മൾ കാസ്കാഡ് ചെയ്തെടുത്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഒരെണ്ണത്തിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നതായിരിക്കും അടുത്ത ആ ഒരു സ്റ്റേജിലേക്ക് ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് n നമ്പർ ഓഫ് ആംപ്ലിഫയേഴ്സ് അങ്ങനെ കണക്ട് ചെയ്യാം. അതാണ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അപ്പൊ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറിൽ നമുക്ക് ഒരു സ്റ്റേജ് ഉണ്ടാവുള്ളൂ, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ട് കിട്ടുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, നമുക്ക് റെസിസ്റ്റേഴ്സ് R1 R2 അതുപോലെ തന്നെ RE, ഇതൊക്കെയാണ് നമുക്ക് ബയാസിംഗ് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സർക്യൂട്ടിൽ സിഗ്നൽ ടു ബേസ് ഓഫ് ദ ട്രാൻസിസ്റ്ററിനെ നമ്മൾ കപ്പിൾ ചെയ്യാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് Cin ആണ് വരുന്നത്. നോക്കൂ, ആ ഒരു ഇൻപുട്ട് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് Cin ആണ്. ഓക്കെ, അതായത് ഇൻപുട്ട് സിഗ്നലിനെയും ഈ ഒരു ട്രാൻസിസ്റ്ററിന്റെ ബേസുമായിട്ട് കപ്പിൾ ചെയ്യാനായിട്ട്, കണക്ട് ചെയ്യുന്നതിന് വേണ്ടി. ഇനി ഈ ഒരു സിഗ്നൽ സോഴ്സ് റെസിസ്റ്റൻസ് നമുക്ക് വരുന്നത് R2ലേക്കായിരിക്കും നമുക്ക് വരുന്നത് അല്ലെ. അതായത് സർക്യൂട്ട് യൂസ് ചെയ്തിട്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ബയാസ് ചേഞ്ച് ആകുകയോ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സിഗ്നൽ സോഴ്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് R2ലേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കപ്പാസിറ്റർ Cin എന്ത് ചെയ്യുന്നുണ്ട്, AC സിഗ്നൽസിനെ മാത്രം ഇതിലൂടെ അലോ ചെയ്യുകയാണ് ചെയ്യുന്നത്. കപ്പാസിറ്റർ നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് CE കപ്പാസിറ്റർ ആണ്. REക്ക് പാരലൽ ആയിട്ട് CE കണക്ട് ചെയ്തിട്ടുണ്ട്. അത് എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ഒരു ലോ റെസിസ്റ്റൻസ് പാത്ത് പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കപ്പാസിറ്റർ നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു AC സിഗ്നൽ, ആംപ്ലിഫൈ ചെയ്തിരിക്കുന്ന AC സിഗ്നൽ RE വഴി ഫ്ലോ ആവുകയും അതെന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഒക്കെ ആകുന്നതിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജ് ഷിഫ്റ്റ് ആക്കാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു എമിറ്റർ ബൈപാസ് കപ്പാസിറ്ററുടെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ കപ്പാസിറ്റർ നമ്മുടെ ഈ ഒരു ആംപ്ലിഫൈഡ് സിഗ്നലിനെയും ഔട്ട്പുട്ട് ഡിവൈസുമായിട്ട് കപ്ലിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന കപ്പാസിറ്റർ ആണ് C എന്ന് പറയുന്ന കപ്ലിംഗ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കപ്പാസിറ്റർ C എന്ന് പറയുന്നത് AC സിഗ്നൽ മാത്രമായിരിക്കും ഇതിലൂടെ അലോ ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചറൽ അറേഞ്ച്മെന്റും ഇതിന്റെ ടോട്ടൽ കോമ്പണന്റുകളും വരുന്നത്. ഇതിന്റെ വർക്കിംഗ് ഞാൻ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, ഇതിന്റെ ബാൻഡ് വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ FU മൈനസ് FL ആണ്. അതായത് അപ്പർ ഫ്രീക്വൻസി മൈനസ് ലോവർ ഫ്രീക്വൻസി. ഇതാണ് ആ ഒരു ഫ്രീക്വൻസി റെപ്രസെന്റേഷൻ വരുന്നത്. ഇതെന്റെ ലോവർ ഫ്രീക്വൻസി ആണ്, ഇത് അപ്പർ ഫ്രീക്വൻസി ആണ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണോ അതിനെയാണ് നമ്മൾ ആ ഒരു മിഡ് റീജിയൻ ഫ്രീക്വൻസി അല്ലെങ്കിൽ ബാൻഡ് വിഡ്ത്ത് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ബാൻഡ് വിഡ്ത്ത് FU അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി FL. ഇനി ഇതിന്റെ ഈ സിംഗിൾ സ്റ്റേജിന്റെ വോൾട്ടേജ് ഗെയിൻ നോക്കുകയാണെങ്കിൽ ബീറ്റ ഇൻറ്റു RAC/Rin ആണ് നമുക്ക് കിട്ടുന്ന ആ ഒരു വോൾട്ടേജ് ഗെയിനിന്റെ ഇക്വേഷൻ. ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റീരിയോ ആംപ്ലിഫയറിൽ യൂസ് ചെയ്യുന്നുണ്ട്, വോൾട്ടേജ് ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ടേപ്പ് റെക്കോർഡറിൽ, CD പ്ലേയേഴ്സിൽ, VCR, DVD, അതുപോലെ തന്നെ റേഡിയോ ആൻഡ് ടെലിവിഷൻ റിസീവേഴ്സ്, അങ്ങനെ കുറെ ആപ്ലിക്കേഷൻസിൽ നമ്മൾ ഈ ഒരു സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ടോപ്പിക് ആണ് നമ്മുടെ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ. ഓക്കെ, അപ്പൊ മൾട്ടി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചില ഒരു ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ലോഡിനെ റൺ ചെയ്യാനുള്ള ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കില്ല നമുക്ക് ചിലപ്പോൾ ഒരു സിംഗിൾ ആയിട്ട് വരുന്ന ഒരു ആംപ്ലിഫയറിന്റെ റിസൾട്ടിൽ വരുന്നത്. അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ലോഡ് റൺ ചെയ്യുന്നതിന് ആവശ്യമായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ചിലപ്പോൾ 1 or 2 ആംപ്ലിഫയർ അല്ലെങ്കിൽ മോർ ദാൻ നമ്പർ ഓഫ് ആംപ്ലിഫയേഴ്സ് കാസ്കാഡ് ചെയ്യേണ്ടി വരും. അതായത് ഒരെണ്ണത്തിന്റെ ഔട്ട്പുട്ട് ഞാൻ നെക്സ്റ്റ് ആംപ്ലിഫയറിന് ഇൻപുട്ട് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. അഗെയിൻ ഞാൻ ആ ഔട്ട്പുട്ട് കിട്ടുന്നത് അടുത്ത ആംപ്ലിഫയറിന് ഇൻപുട്ട് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഒരു കാസ്കാഡിംഗ് കണക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നമ്പർ ഓഫ് ആംപ്ലിഫയേഴ്സിനെ കണക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 1 by 1 ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഇൻപുട്ട് അടുത്തതിലേക്ക് ഔട്ട്പുട്ട് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അതായത് അടുത്തതിന്റെ ഔട്ട്പുട്ട് ഞാൻ ഇൻപുട്ട് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് 3 കണക്ഷൻസ് ആണ് വരുന്നത്. ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ, RC കപ്പിൾഡ് ആൻഡ് ട്രാൻസ്ഫോമർ കപ്പിൾഡ്. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കും. ഡയറക്റ്റ് കപ്പിൾഡ് എന്ന് പറഞ്ഞാൽ 2 ആംപ്ലിഫയറുകൾ തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് കണക്ഷൻ വരും. RC കപ്പിൾഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് R and C, അതായത് റെസിസ്റ്റർ കപ്പാസിറ്ററിന്റെ ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. ട്രാൻസ്ഫോമർ കപ്പിൾഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമുക്ക് പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും, ഒരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ടായിരിക്കും കപ്ലിംഗ് പെർഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കപ്പിൾഡ് എന്ന് പറയുമ്പോൾ എന്റെ 2 ആംപ്ലിഫയറുകൾ തമ്മിൽ ഞാൻ ഒരു ഡയറക്റ്റ് കണക്ഷൻ ആണ് വരുന്നത്. ഓക്കെ,
സോ കപ്പിൾഡ് നെക്സ്റ്റ് സ്റ്റേജ് ഡയറക്ട്ലി ആണ് വരുന്നത്. ആംപ്ലിഫയർ ലോ ഫ്രീക്വൻസി ആയിരിക്കും നമുക്ക് ഈ ഒരു പ്രോസസ്സ് വഴി ആംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് മിനിമം കോമ്പണൻസ് ആണ് യൂസ് ചെയ്യുന്നത്, മിനിമം റെസിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്, ലോ കോസ്റ്റ് ആണ്. കാരണം നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള കപ്ലിംഗ് ഡിവൈസസ് യൂസ് ചെയ്യാത്തതുകൊണ്ട്, ഡയറക്റ്റ് കപ്ലിംഗ് ആയതുകൊണ്ട് നമുക്ക് കോസ്റ്റ് കുറവായിരിക്കും. ഓക്കെ, ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹൈ ഫ്രീക്വൻസി നമുക്ക് ആംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഓപ്പറേറ്റിംഗ് പോയിന്റ് ഇവിടെ നമുക്ക് വേരിയേഷൻ ആകുന്നതിന് ചാൻസ് ഉണ്ട്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് RC കപ്പിൾഡ് ആണ്. ഇവിടെ ഞാൻ എന്താ യൂസ് ചെയ്തിരിക്കുന്നത്, കോമ്പിനേഷൻ ഓഫ് R ആൻഡ് C. കണ്ടില്ലേ, റെസിസ്റ്റർ കപ്പാസിറ്ററിന്റെ ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഔട്ട്പുട്ടിനെ ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു കോമ്പിനേഷൻ വഴിയായിട്ടായിരിക്കും. ഓക്കെ, ഇതാണ് RC കപ്ലിംഗ് എന്ന് പറയുന്നത്. എനിക്ക് ഇവിടെ രണ്ട് ആംപ്ലിഫയർ അല്ല, നമ്പർ ഓഫ് ആംപ്ലിഫയേഴ്സ് എനിക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദിസ് ഈസ് ദ മോസ്റ്റ്ലി യൂസ്ഡ് കപ്ലിംഗ് ടെക്നിക് ഇൻ ആംപ്ലിഫയർ. ഇതാണ് കൂടുതലായിട്ട് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്? ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് RC നമുക്ക് ഒരു വൈഡ് റേഞ്ച് ഫ്രീക്വൻസി റെസ്പോൺസ് നമുക്ക് തരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഓഡിയോ ആപ്ലിക്കേഷൻസിന് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യാൻ പറ്റും. സിമ്പിൾ സർക്യൂട്ട് ആണ്, ലോവർ കോസ്റ്റ് ആണ്. കാരണം നമ്മൾ റെസിസ്റ്ററും കപ്പാസിറ്ററും ഒക്കെ വളരെ ചീപ്പ് റേറ്റിലുള്ളതായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. വലിയ ഹ്യൂജ് വാല്യൂസ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒരു അപ്ഗ്രേഡിംഗ് ടെക്നോളജി ആയിട്ട് കൂടുതലായിട്ട് ഇത് കോമ്പാക്റ്റ് ആണെന്നാണ് പറയുന്നത് ഈ ഒരു RC കപ്പിൾഡ്. ഡിസഡ്വാൻറ്റേജ് നമുക്ക് നോക്കുകയാണെങ്കിൽ വോൾട്ടേജ് ആൻഡ് പവർ ഗെയിൻ എന്ന് പറയുന്നത് വളരെ ലോ ആണ്, ബിക്കോസ് ഓഫ് ദ എഫക്റ്റീവ് ലോഡ് റെസിസ്റ്റൻസ്. നോയ്സി വരുന്നുണ്ട്. അതുപോലെ പുവർ ഇംപിഡൻസ് മാച്ചിങ് ആണ് നമുക്ക് വരുന്നത്. ആ ഒരു പവർ ട്രാൻസ്ഫർ നടക്കുമ്പോൾ ആ ഒരു ഇംപിഡൻസ് മാച്ചിങ് വളരെ പുവർ ആയതുകൊണ്ട് നമുക്ക് പവർ ട്രാൻസ്ഫർ വളരെ ലോ ആയിരിക്കും വരുന്നത്. ഇതാണ് എൻ്റെ സെക്കൻഡ് മെത്തേഡ്. തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഒരു കപ്ലിംഗ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിരിക്കുകയാണ്. കണ്ടില്ലേ, ഈ ഒരു കപ്ലിംഗ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ഔട്ട്പുട്ടിനെ ഞാൻ എൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഇൻപുട്ട് ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഒരു ട്രാൻസ്ഫോമർ കപ്പിൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ് ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RC കപ്പിൾഡ് ആംപ്ലിഫയറിൽ വളരെ ലോ ആണ്. അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന എൻ്റെ ഒരു ട്രാൻസ്ഫോമർ കപ്ലിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എനിക്ക് ആ ഒരു എഫക്റ്റീവ് ലോഡ് റെസിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജസുകൾ എന്തൊക്കെയാണ്? എക്സലന്റ് ഇംപെഡൻസ് മാച്ചിങ് വരുന്നുണ്ട്, ഗെയിൻ അച്ചീവ്ഡ് ഹയർ ആണ്, പവർ ലോസസും വരുന്നില്ല, നോ എഫിഷ്യന്റ് ഇൻ ഓപ്പറേഷൻ ആണ് വരുന്നത്. അഡ്വാൻറ്റേജുകൾ ഗെയിൻ ഹൈ ആണെങ്കിൽ നമ്മുടെ ആ ഒരു ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ഇത് വേരി ആവുന്നുണ്ട്. ഫ്രീക്വൻസി റെസ്പോൺസ് വളരെ പുവർ ആണ്, ഫ്രീക്വൻസി ഡിസ്റ്റോർഷൻസ് കൂടുതലാണ്. ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഹം നോയ്സസ് വരും, അതുപോലെ തന്നെ കോസ്റ്റ്ലിയും ബൾക്കിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു മൊഡ്യൂൾ 2 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു ട്രാൻസ്ഫോമർ ആസ് ആൻ ആംപ്ലിഫയർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആൻഡ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മൊഡ്യൂളിലുള്ള എല്ലാ ടോപ്പിക്സുകളും നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോയിട്ടുണ്ട്. എന്താണ് അതിന്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ സർക്യൂട്ട് എന്താണെന്നുള്ളത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു ജസ്റ്റ് എന്താന്ന് പറയാ, നമുക്ക് എല്ലാ ടോപ്പിക്സും ഒന്ന് കവർ ചെയ്ത് പോകാനുള്ള രീതിയിലുള്ള ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ ഇതിന്റെ തന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അതായത് മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത എല്ലാ ടോപ്പിക്സുകളും കവർ ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, MCQ അല്ല ഉദ്ദേശിക്കുന്നത്, MCQ തന്നെ, അതായത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള MCQ ആണ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു. അടുത്തൊരു ടൈപ്പ് ഓഫ് ആംപ്ലിഫയർ ആണ് പവർ ആംപ്ലിഫയർ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ആ ഒരു ഓഡിയോ സിഗ്നൽ നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരുപാട് ആംപ്ലിഫിക്കേഷൻ, വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്, അല്ലെ? അതിനുശേഷം നമുക്കൊരു പവർ ആംപ്ലിഫിക്കേഷനും കൂടി ആ ഒരു ആംപ്ലിഫൈഡ് സിഗ്നലിൽ ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ലൗഡ് സ്പീക്കറിലേക്ക് കൊടുക്കുന്നതിന് ബിഫോർ ആയിട്ട് അവിടെ നടക്കുന്ന ആ ഒരു ആംപ്ലിഫയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പവർ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. പവർ ആംപ്ലിഫയർ നമുക്ക് കുറേ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലാസ് A പവർ ആംപ്ലിഫയർ വരുന്നുണ്ട്, ക്ലാസ് B വരുന്നുണ്ട്, ക്ലാസ് AB ആൻഡ് ക്ലാസ് C വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് മേജർ ആയിട്ട് വരുന്ന പവർ ആംപ്ലിഫയറിന്റെ ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇനി ഇതിന്റെ ഒരു കമ്പാരിസൺ നോക്കാം. ഓക്കെ, ഇപ്പൊ ക്ലാസ് A ആംപ്ലിഫയറിന് എഫിഷ്യൻസി ലോ ആണ്, അതിന്റെ ലീനിയാരിറ്റി വളരെ എക്സലന്റ് ആണ്, മിനിമൽ ഡിസ്റ്റോർഷനും ആണ്, ഹൈ ഫിഡിലിറ്റി ഓഡിയോ അതിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എന്നാൽ ഇതിൽ വരുന്ന പുഷ് പുൾ ക്ലാസ് A ആംപ്ലിഫയറിൽ മോഡറേറ്റ് എഫിഷ്യൻസി ആണ്, ലീനിയാരിറ്റി കമ്പാരിറ്റീവ്ലി ഗുഡ് ആണ്, ഡിസ്റ്റോർഷൻ എങ്ങനെയായിരിക്കും? മോഡറേറ്റ് ഡിസ്റ്റോർഷൻ ആണ്. RF ട്രാൻസ്മിറ്റേഴ്സിലാണ് നമ്മൾ കൂടുതലായിട്ട് പുഷ് പുൾ ക്ലാസ് A ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. ഇനി ട്രാൻസ്ഫോമർ കപ്പിൾഡ് ക്ലാസ് A ആംപ്ലിഫയർ വരുന്നുണ്ട്, അതിന്റെ എഫിഷ്യൻസി മോഡറേറ്റ് ആണ്, എക്സലന്റ് ലീനിയാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മിനിമൽ ഡിസ്റ്റോർഷൻസ് ആണ്, ഓഡിയോ ആംപ്ലിഫിക്കേഷൻസിനാണ് നമ്മൾ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ക്ലാസ് A ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. ദെൻ ക്ലാസ് ബിയിൽ എങ്ങനെ വരുന്നത്? മോഡറേറ്റ് എഫിഷ്യൻസി ആണ്, ലീനിയാരിറ്റി വളരെ ഗുഡ് ലീനിയാരിറ്റി ആണ്, ഡിസ്റ്റോർഷൻസ് മോഡറേറ്റ് ടു ഹൈ ആണ് വരുന്നത്. നമ്മൾ മോട്ടോർ കൺട്രോൾ, പവർ ഇൻവെർട്ടേഴ്സ് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിലൊക്കെയാണ് ക്ലാസ് ബി യൂസ് ചെയ്തത്. ഓക്കെ, ഇനി ക്ലാസ് എ ബിയുടെ എഫിഷ്യൻസി മോഡറേറ്റ് എഫിഷ്യൻസി ആണ്, ഗുഡ് ലീനിയാരിറ്റി ആണ്, അതിന്റെ ഡിസ്റ്റോർഷൻസ് മോഡറേറ്റ് ആണ്, ഓഡിയോ ആംപ്ലിഫിക്കേഷൻസിലും കാർ ഓഡിയോയിലൊക്കെയാണ് നമ്മൾ ക്ലാസ് എ ബി ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. ഇനി ക്ലാസ് സിയുടെ എഫിഷ്യൻസി ഹൈ എഫിഷ്യൻസി, വളരെ പുവർ ലീനിയാരിറ്റിയും ഹൈ ഡിസ്റ്റോർഷൻസും ആണ് വരുന്നത്. RF സിഗ്നൽ ആംപ്ലിഫിക്കേഷൻസ്, ബ്രോഡ്കാസ്റ്റിംഗ്, ഈ ആപ്ലിക്കേഷൻസിലാണ് ക്ലാസ് സി യൂസ് ചെയ്യുന്നത്.
ക്ലാസ് ഡി എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹൈ എഫിഷ്യൻസി വരുന്നുണ്ട്, ഇതേപോലെ തന്നെ ഗുഡ് ലീനിയാരിറ്റി, പക്ഷെ ലോ ഡിസ്റ്റോർഷൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്, പല ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്, പോർട്ടബിൾ വീഡിയോ ഓഡിയോ ഡിവൈസസിലെ പവർ എഫിഷ്യന്റ് ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ ക്ലാസ് ഡി ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് ക്ലാസ് സി ആണ്, ഹൈ എഫിഷ്യൻസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഗുഡ് ലീനിയാരിറ്റി ഉണ്ട്, ലോ ഡിസ്റ്റോർഷൻസ് ആണ്, വയർലെസ് കമ്മ്യൂണിക്കേഷൻസിലാണ് നമ്മൾ ക്ലാസ് സി ആംപ്ലിഫയേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് വോൾട്ടേജ് ആംപ്ലിഫയറും അതുപോലെ തന്നെ പവർ ആംപ്ലിഫയർ തമ്മിലുള്ള ഒരു കമ്പാരിസൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ബീറ്റയുടെ വാല്യൂ എങ്ങനെ നോക്കൂ, ഹൈ ആയിരിക്കും, അതായത് ഗ്രേറ്റർ ദാൻ 100 ആണ്. ഇവിടെ നമുക്ക് 5 to 20 ആണ് ബീറ്റ വാല്യൂ നമുക്ക് വരുന്നത്. ആർ സി വാല്യൂ എങ്ങനെയാണെന്ന് നോക്കൂ, ഹൈ, അതായത് 4 to 10 കിലോ ഓം ആണ് വരുന്നത്. ഇവിടെ 5 to 20 ഓം ആണ് നമുക്ക് വരുന്ന പവർ ആംപ്ലിഫയറിൽ വരുന്ന ആർ സിയുടെ വാല്യൂ. കപ്ലിംഗ് നമ്മൾ നോർമൽ ആയിട്ട് വോൾട്ടേജ് ആംപ്ലിഫയറിൽ ആർ സി കപ്ലിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇൻവേരിയബിളി നമ്മൾ ട്രാൻസ്ഫോർമർ കപ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻപുട്ട് വോൾട്ടേജ് എടുത്ത് നോക്കുമ്പോൾ വളരെ ലോ ആണ്, അതായത് ഒരു ഫ്യൂ മില്ലി വോൾട്ട് ആണ് വരുന്നത്. ഇവിടെ 2 to 4 വോൾട്ടേജ് ആണ് നമ്മൾ പവർ ആംപ്ലിഫയറിൽ യൂസ് ചെയ്യുന്നത്. കളക്ടർ കറന്റ് ഏകദേശം നമുക്ക് ഒരു 1 മില്ലി ആംപിയർ ആണ് നമുക്ക് വോൾട്ടേജ് ആംപ്ലിഫയറിൽ വരുന്നത്. ഇവിടെ ഗ്രേറ്റർ ദാൻ 100 മില്ലി ആംപിയർ ആണ് വരുന്നുണ്ട്. ഓക്കെ, പവറിൽ പവർ ഔട്ട്പുട്ട് നമുക്ക് വോൾട്ടേജ് ആംപ്ലിഫയറിൽ ലോ പവർ ഔട്ട്പുട്ട് ആണ്, പക്ഷെ നമുക്ക് പവർ ആംപ്ലിഫയറിൽ ഹൈ പവർ ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത്. ഔട്ട്പുട്ട് ഇംപിഡൻസ് വോൾട്ടേജ് ആംപ്ലിഫയറിൽ ഹൈ ഔട്ട്പുട്ട് ഇംപിഡൻസ് ഉണ്ട്, എന്നാൽ പവർ ആംപ്ലിഫയറിൽ കമ്പാരിറ്റീവ്ലി ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ് ആണ്. ഏകദേശം ഒരു 200 ഓം ആണ് നമുക്ക് വരുന്ന പവർ ആംപ്ലിഫയറിൽ വരുന്ന ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലാമ്പിംഗ് സർക്യൂട്ട്സ് ആണ്, അതായത് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. ക്ലാമ്പേഴ്സും അതുപോലെ തന്നെ ക്ലിപ്പേഴ്സും ആണ് നമ്മൾ, ക്ലാമ്പിങ്ങും ക്ലിപ്പേഴ്സും ആണ്. അപ്പൊ ക്ലാമ്പിംഗ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ആ ഒരു ഒറിജിനൽ സിഗ്നലിനെ ഒരു ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാമ്പിംഗ് സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് എക്സ് ആക്സിസിലേക്ക് ക്ലാമ്പ് ചെയ്യാം, അതല്ലെങ്കിൽ വൈ ആക്സിസിലേക്ക് ക്ലാമ്പ് ചെയ്യാനായിട്ട് പറ്റും. വൈ ആക്സിസ് ആംപ്ലിറ്റ്യൂഡിലേക്ക് അല്ലെങ്കിൽ എക്സ് ആക്സിസ് ആംപ്ലിറ്റ്യൂഡിലേക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ക്ലാമ്പർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, എ സർക്യൂട്ട് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഡയോഡ്, ട്രാൻസിസ്റ്റർ ആൻഡ് കപ്പാസിറ്റർ ദാറ്റ് ഷിഫ്റ്റ്സ് എ വേവ് ഫോം ടു എ ഡിസൈർഡ് DC ലെവൽ വിത്തൗട്ട് ചേഞ്ചിങ് ദ ആക്ച്വൽ അപ്പിയറൻസ്. നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് സിഗ്നൽസിന്റെ ആക്ച്വൽ അപ്പിയറൻസിലൊന്നും ചേഞ്ച് വരാതെ നമ്മൾ ഏതർ പോസിറ്റീവ് സൈഡിലേക്കോ അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡിലേക്കോ ആ ഒരു വേവ് ഫോമിനെ ചേഞ്ച് ചെയ്യാണ്. ഓക്കെ, ഡിസൈർഡ് ആയിട്ടുള്ള ആ ഒരു DC ലെവലിലേക്ക് ചേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് ക്ലാമ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഏത് റെഫറൻസ് ലെവലിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു 0 ലെവലിൽ നിന്നും പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് ആയിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് 2 ടൈപ്സ് ആണുള്ളത്, പോസിറ്റീവ് ക്ലാമ്പറും നെഗറ്റീവ് ക്ലാമ്പറും. അതിൽ പോസിറ്റീവ് ക്ലാമ്പറിൽ നമുക്ക് പോസിറ്റീവ് ക്ലാമ്പർ വിത്ത് പോസിറ്റീവ് VR, പോസിറ്റീവ് ക്ലാമ്പർ വിത്ത് നെഗറ്റീവ് VR, അതന്നെ നെഗറ്റീവ് ക്ലാമ്പർ വിത്ത് നെഗറ്റീവ് പോസിറ്റീവ് VR ആൻഡ് നെഗറ്റീവ് ക്ലാമ്പർ വിത്ത് നെഗറ്റീവ് VR. 3 ടൈപ്സ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് നോക്കൂ, പോസിറ്റീവ് ക്ലാമ്പർ വിത്ത് പോസിറ്റീവ് VR ആണ്. അപ്പൊ ഞാൻ ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു, എനിക്ക് പോസിറ്റീവ് സൈഡിലേക്കാണ് അത് ക്ലാമ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. ഔട്ട്പുട്ട് സിഗ്നൽ നോക്കൂ, പോസിറ്റീവ് VR എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സൈഡിലേക്ക്. അപ്പൊ നെഗറ്റീവ് VR എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്ക് ഔട്ട്പുട്ട് സിഗ്നലിന്റെ നെഗറ്റീവിലേക്കാണ് എനിക്ക് കുറച്ച് ക്ലാമ്പ് ചെയ്ത് വന്നിരിക്കുന്നത്, അല്ലെ, ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് പോസിറ്റീവ് ക്ലാമ്പർ വിത്ത് നെഗറ്റീവ് VR എന്ന് പറയുന്നത്. അടുത്തത് നെഗറ്റീവ് ക്ലാമ്പർ വിത്ത് പോസിറ്റീവ് VR എന്ന് പറഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് ക്ലാമ്പർ ആണ് ഞാൻ കൊടുക്കുന്നത്, വിത്ത് പോസിറ്റീവ് സൈഡിലേക്ക് എനിക്ക് ഒരു ചെറിയൊരു ഷിഫ്റ്റ് വരുന്നുണ്ട്. ഇവിടെ നെഗറ്റീവ് വിത്ത് നെഗറ്റീവ് VR എന്ന് പറഞ്ഞാൽ എന്താണ്, താഴത്തേക്കാണ് വരുന്നത്, അല്ലെ. ഇവിടെ നമുക്ക് ഈ VR-നെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിവിടെ കൊടുക്കുന്ന ആ ഒരു ബയാസ് അല്ലെങ്കിൽ ഈ ഒരു വോൾട്ടേജിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ രണ്ടും നെഗറ്റീവ് ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നതെങ്കിൽ അത് പക്ഷെ എനിക്ക് പോസിറ്റീവിലേക്കാണ് ഷിഫ്റ്റ് ആവുന്നത്. ഇവിടെ ഞാൻ നെഗറ്റീവ് കൊടുത്തിട്ട് അഗൈൻ നെഗറ്റീവിലേക്കാണ് ഷിഫ്റ്റ് ആയി വരുന്നത്. ഓക്കെ, ഇതാണ് ക്ലാമ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് വരുന്നത്, ഡയറക്റ്റ് കറന്റ് റെസിസ്റ്റോഴ്സ് ആയിട്ട്, റിമൂവ് ഡിസ്റ്റോർഷൻസ്, വോൾട്ടേജ് മൾട്ടിപ്ലയേഴ്സ്, പ്രൊട്ടക്ഷൻ ഓഫ് ആംപ്ലിഫയേഴ്സ്, ടെസ്റ്റ് എക്യുപ്മെന്റ്, ബേസ് ലൈൻ സ്റ്റെബിലൈസർ, ഇങ്ങനെ പല ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ ഈ ക്ലാമ്പർ സർക്യൂട്ടുകൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് ക്ലിപ്പിംഗ് സർക്യൂട്ടുകളാണ്. ക്ലിപ്പിംഗ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ റിമൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിൽ വരുന്നതാണ് ക്ലാമ്പിങ്ങും ക്ലിപ്പിങ്ങും, അല്ലെ. അപ്പൊ ക്ലാമ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആക്ച്വൽ വേവ് ഫോമിൽ നിന്ന് ഒരു ചേഞ്ചസ് ഒന്നും വരുന്നില്ല, ജസ്റ്റ് പൊസിഷൻസ് മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ. എന്നാൽ ക്ലിപ്പിംഗ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അതിനെ റിമൂവ് ചെയ്യാണ്. ഒരു പോർഷൻ ഓഫ് ഇൻപുട്ട് സിഗ്നലിൽ നമ്മൾ റിമൈനിങ് പാർട്ട് ഓഫ് ദ വേവ് ഫോംസിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരാതെ ഒരു പോർഷനെ നമ്മൾ ക്ലിപ്പ് ചെയ്ത് കളയുകയാണ്. ഓക്കെ, അതാണ് ക്ലിപ്പിംഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് നമുക്ക് വേറെ പേരുകളും കൂടി ഉണ്ട്, ക്ലിപ്പർ, ക്ലിപ്പിംഗ് സർക്യൂട്ട്സ്, ലിമിറ്റേഴ്സ്, സ്ലൈസേഴ്സ്, അങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ മെയിൻ ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് സീരീസ് ക്ലിപ്പറും ഷണ്ട് ക്ലിപ്പറുമാണ്. സീരീസ് ക്ലിപ്പറിൽ നമുക്ക് 4 എണ്ണം വരുന്നുണ്ട്. സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ, നെഗറ്റീവ് ക്ലിപ്പർ, പോസിറ്റീവ് വിത്ത് ബയാസിങ്, നെഗറ്റീവ് വിത്ത് ബയാസിങ്. അതേപോലെ ഷണ്ടിലും 4 ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ സർക്യൂട്ട് നോക്കൂ, എനിക്ക് പോസിറ്റീവ് സൈഡിനെ ക്ലിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും.
ഓക്കെ, നെഗറ്റീവ് ക്ലിപ്പർ ആണെങ്കിൽ എന്താണ്, നെഗറ്റീവ് സൈഡ് ആയിരിക്കും എനിക്ക് ക്ലിപ്പ് ചെയ്ത് പോകുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പോസിറ്റീവ്ലി ബയാസ്ഡ് സർക്യൂട്ട്. പോസിറ്റീവ്ലി ബയാസ്ഡ് ആണെങ്കിൽ എനിക്ക് ആ കൊടുക്കുന്ന ബയാസിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള പോർഷൻ റിമൂവ് ചെയ്ത് പോകും. നെഗറ്റീവ്ലി ബയാസ്ഡ് ആണെങ്കിൽ ആ നെഗറ്റീവ് പോർഷൻ മാത്രമേ എനിക്ക് കിട്ടും, ബാക്കി റിമൈനിങ് പോർഷൻസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് ക്ലിപ്പ് ചെയ്ത് പോകും. അടുത്തത് സീരീസ്ലി നെഗറ്റീവ് ക്ലിപ്പർ ആണെങ്കിൽ നമുക്ക് ഇവിടെ അഗൈൻ നോക്കി സർക്യൂട്ട് വേവ് ഫോംസ് നോക്കിയാൽ മതി. പോസിറ്റീവ് ആ ഒരു പോർഷൻ മാത്രം എനിക്ക് റിസൾട്ടിൽ വരും. ഇവിടെ എനിക്ക് ആ ഒരു റിമൈനിങ് നെഗറ്റീവ് പോർഷൻ എനിക്ക് റിമൂവ് ചെയ്ത് പോകും. ഓക്കെ, ഷണ്ടിൽ വരുന്നത് എനിക്ക് പിന്നെ പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ക്ലിയർ ആവും, അതായത് കോമ്പണൻസ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നതിൽ വരുന്ന ഡിഫറൻസ് ആണ് ഷണ്ടിൽ വരുന്നത്. ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പർ അതുപോലെ തന്നെ നെഗറ്റീവ്ലി ബയാസ്ഡ് സർക്യൂട്ട്സ് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻസ് പറയാതിരിക്കുന്നത്, വർക്കിംഗ് എന്താണെന്നുള്ളതൊക്കെ. പോസിറ്റീവ് ബയാസ്ഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് പോസിറ്റീവ് പോർഷൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ബയാസിംഗ് യൂസ് ചെയ്തിട്ടാണ്. ബയാസിംഗ് നമ്മളിവിടെ VB എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അടുത്തത് ഡുവൽ ക്ലിപ്പർ സർക്യൂട്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് സർട്ടൈൻ പോർഷൻ, അതായത് പോസിറ്റീവിലും നെഗറ്റീവിലും എനിക്ക് ഓരോ പോർഷൻസ് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡുവൽ ക്ലിപ്പർ സർക്യൂട്ട്. അപ്പൊ ഇവിടെ നോക്കൂ, ഞാൻ ഡുവൽ സർക്യൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് പോസിറ്റീവിൽ ഒരു പോർഷൻ, നെഗറ്റീവിൽ ഒരു പോർഷൻ, 3 പോർഷൻസ് എനിക്ക് റിമൂവ് ചെയ്ത് സാധിക്കാനായി. ഓക്കെ, അടുത്തൊരു ടോപ്പിക്കാണ് RC ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഒരു RC ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട് എങ്ങനെയായിരിക്കും, ഇൻപുട്ട് സിഗ്നൽ നമ്മൾ ആ ഒരു വൺ സൈഡ് ഓഫ് ദി കപ്പാസിറ്റർ പ്ലേറ്റിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഈ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു റെസിസ്റ്റൻസിന്റെ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് VR-ന് ഈക്വൽ ആയിട്ടുള്ളതാണ് നമുക്ക് വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഒരു ഫ്രീക്വൻസി ഡിപെൻഡന്റ് എലമെന്റ് ആണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കപ്പാസിറ്റർ ഒരു ഫ്രീക്വൻസി ഡിപെൻഡന്റ് എലമെന്റ് ആണ്. അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന amount ഓഫ് ചാർജ് എന്ന് പറയുന്നത് ആ ഒരു പ്ലേറ്റിന് അക്രോസ് ആയിട്ട് നമുക്ക് കിട്ടുകയും അത് ആ ഒരു ടൈം ഡൊമൈൻ ഇന്റഗ്രൽ ഓഫ് ദ കറന്റിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന ആ ഒരു പ്ലേറ്റിൽ ഈക്വൽ ആകുന്ന ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് ആ ഒരു സർട്ടൈൻ amount ഓഫ് ടൈം എടുക്കണം ആ കപ്പാസിറ്റർ ഫുൾ ആയിട്ട് ചാർജ് ആകുന്നതിനും അതിനുശേഷം കപ്പാസിറ്റർ ഡിസ്ചാർജ് ആകുന്നതും ഒക്കെ ഒരു പർട്ടിക്കുലർ ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കപ്പാസിറ്റർ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ചാർജ് ചെയ്യാൻ എക്സ്പോണൻഷ്യലി ആയിട്ടായിരിക്കും ചാർജ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ഒരു ഇക്വേഷൻ ആണ് Vout is equal to RC dVin/dt ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഒരു എക്സ്പോണൻഷ്യലി ആയിട്ടാണ് ചാർജ് ആകുന്നത്. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വേവ് ഫോം ആണ് നമുക്ക് വരുന്നത്. നോക്കൂ, ആ ഒരു ടൈം കോൺസ്റ്റന്റ് RC ടൈം കോൺസ്റ്റന്റിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് കപ്പാസിറ്റർ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ആവുന്നത്. അപ്പൊ നോക്കൂ, ഇവിടെ ഞാൻ 10 RC വരുന്ന ഒരു ഗ്രാഫാണ് നമുക്ക് വരുന്നത്. ഇതാണ് എന്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. Then 1 RC, 0.5 RC, 0.1 RC. ഓക്കെ, അപ്പൊ ആ ഒരു ഡിപെൻഡിങ് ഓരോ RC ടൈം കോൺസ്റ്റന്റിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് കപ്പാസിറ്റർ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ആവുന്നത്. ഇതാണ് RC ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇനി RC ഇന്റഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ ഒരു ഇന്റഗ്രേറ്ററിന്റെ ഒരു ഇൻപുട്ട് വൺ ഓഫ് ദ എൻഡിലേക്ക് റെസിസ്റ്ററിന്റെ വൺ ഓഫ് ദ എൻഡിലേക്കാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻപുട്ട് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത് ഈ ഒരു കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു കപ്പാസിറ്റർ വോൾട്ടേജിനാണ് ഈക്വൽ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കപ്പാസിറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫ്രീക്വൻസി ഡിപെൻഡ് എലമെന്റ് ആയതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന amount ഓഫ് ചാർജ്, ആ ഒരു പ്ലേറ്റിൽ അക്രോസ് ആയിട്ട് കിട്ടുന്ന amount ഓഫ് ചാർജ് എന്ന് പറയുന്നത് ആ ഒരു ടൈം ഡൊമൈൻ ഇന്റഗ്രലിന് ഈക്വൽ ആണ്. ഓക്കെ, അതാണ് നമുക്ക് ആ ഒരു ഇന്റഗ്രൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നോക്കൂ, Vout is equal to 1/RC integral 0 to t V in of t into dt. ഡിഫറൻഷിയേറ്റർ ആവുമ്പോൾ നമുക്ക് ആ ഒരു dVn/dt ആണ് വരുന്നത്. ഇന്റഗ്രേറ്ററിൽ നമുക്ക് 0 to t V in ഇന്റഗ്രൽ കോമ്പണന്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു ടൈം കോമ്പണന്റ് RC എന്ന് പറയുന്ന ആ ഒരു ടൈം കോൺസ്റ്റന്റിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഈ ഒരു കപ്പാസിറ്റർ ചാർജിങ് ആവുന്ന ടൈമാണ് ഇത്, ഡിസ്ചാർജിങ് ആവുന്ന ടൈമാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇതാണ് ഇന്റഗ്രലിന്റെ ആ ഒരു കറസ്പോണ്ടിങ് വേവ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു പാർട്ട് 1 ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് എന്നുള്ള ഒരു മൊഡ്യൂളിലെ പാർട്ട് 1 ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കുകൾ. ഓക്കെ, ജസ്റ്റ് ഒരു റിവിഷൻ പോലെ. പാർട്ട് 2 നമ്മൾ റിമൈനിങ് ടോപ്പിക്കുകളായ ഓസിലേറ്റേഴ്സ്, ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ്, ദെൻ IC555 ഇത്രയും കാര്യങ്ങൾ നമ്മൾ പാർട്ട് 2 ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.